തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമത്തില് അങ്ങയുടെ മക്കളായ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള അനേകായിരം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മോണിക്ക പ്രാർത്ഥനയിൽ അതിശക്തമായി തങ്ങളുടെ കണ്ണുനീരും നൊമ്പരങ്ങളും വേദനകളും ഉത്കണ്ഠകളും കുരിശോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ മോണിക്ക പ്രാർത്ഥനയിൽ അങ്ങ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കൃപകളെയോർത്ത്, ഇടപെടലുകളെയോർത്ത് കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഈ സമയം കർത്താവെ, എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, തിരുരക്തം കൊണ്ട് അങ്ങ് മുദ്ര വെച്ച് വേർതിരിക്കണമേ. മാമോദിസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ അങ്ങയുടെ മക്കളുടെ ശരീരങ്ങളെ അതിവിശുദ്ധിയിൽ അങ്ങ് തന്നെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, അമ്മയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കുരിശിൻ ചുവട്ടിൽ നിന്ന് യോഹന്നാന് ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും അമ്മയായി തീർന്ന പരിശുദ്ധി അമ്മേ, യോഹന്നാൻ അമ്മയെ തൻ്റെ കൂടെ താമസിപ്പിച്ചതുപോലെ അമ്മയുടെ സാന്നിധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുമ്പോൾ അമ്മയെ ചേർത്ത് പിടിച്ച് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, വലിയ പ്രാർത്ഥനയിൽ നമ്മൾ കർത്താവിന്റെ കൂടെ ആയിരിക്കണം. സ്വർഗം മുഴുവനും കനിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനയിൽ ഇടപെടുന്ന വലിയ അനുഭവം അനേക മക്കള് ഇപ്പൊ പങ്കുവെക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ഇടപെട്ടിരിക്കുമെന്നുള്ളതിന് ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഈ ദിവസങ്ങളിൽ അത് നമ്മൾ പലതും കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം, ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 1 പത്രോസ് 5:8 അവിടെ കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഒരു വലിയ സത്യം നമ്മൾ ഇന്ന് എന്നത്തെക്കാളും ഏറെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതായത് നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന ഒരു ശത്രു എന്താണ് അവന്റെ ശത്രുവിന്റെ സ്വഭാവം? നമ്മെ നശിപ്പിക്കണം, കൊല്ലണം, ഇല്ലാതാക്കണം. ആ ശത്രു അതിശക്തമായിട്ട് നമുക്കെതിരെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് എവിടെ ചെന്നാലും നമ്മൾ ഈ സത്യം അറിഞ്ഞ് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നമ്മൾ വീണു പോകും. കാരണം ശത്രുവുണ്ട്. പിന്നെ പൗരോഹിത്യം നശിച്ചു കാണണം, നമ്മുടെ കുടുംബങ്ങൾ തകരണം, മക്കള് പഠനത്തിൽ ജയിക്കരുത്, വിശുദ്ധിയിൽ ജീവിക്കരുത്, അനുഗ്രഹിക്കപ്പെടരുത്. എത്രയോ മക്കളാണ് പകുതി വെച്ച് പാതി വഴിയിൽ വെച്ച് ജീവിതം നഷ്ടപ്പെട്ട് മുരടിച്ചു പോയത്. എവിടെ ചെല്ലേണ്ട മക്കളാ? പലതും ഇന്ന് എല്ലാം കൊണ്ട് തകർന്ന് ചില മക്കള് അഡിക്റ്റഡ് ആയിട്ട് ചില കൂട്ടുകെട്ടില് ലഹരിക്ക് അടിമപ്പെട്ട്, മദ്യത്തിന് അടിമപ്പെട്ട്, കഞ്ചാവിന് മറ്റും മയക്കുമരുന്ന് അടിമപ്പെട്ട്, ചില മക്കള് ഇതിനോടകം ഡിപ്രഷനിൽപ്പെട്ട്, പ്രേമ നൈരാശ്യത്തിൽപ്പെട്ട്, ചില മക്കളെങ്കിലും ഇതിനോടകം ആത്മഹത്യ തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. പൈശാചിക ശക്തികൾ അതിപ്രബലമാണ്. നമ്മളെവിടെ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പൈശാചികമായ ആരാധനകൾ, പിശാചിനെ ആരാധിക്കുന്ന ദേവാലയങ്ങൾ പോലുമുണ്ട്. പിശാചിനെ ദൈവമായി കണ്ട് അവനെ ആരാധിക്കുന്ന ആലയങ്ങൾ. ഇവിടെ തന്നെ അനേകം ദേവാലയങ്ങള് ബ്ലാക്ക് മാസും അതുപോലെ മറ്റ് പൈശാചിക പ്രവർത്തികളും ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു കൂട്ടുന്ന വലിയ അവസ്ഥകളുണ്ട്. എന്നെ പ്രിയപ്പെട്ടവരെ,
ഈ പൈശാചിക ശക്തി അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞില്ലേ, ഈ പിശാചിനെ ആരാധിക്കുന്നവര്, പൂജിക്കുന്നവര് അവന്റെ പ്രവൃത്തികളാകുന്ന കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ ലോകമെങ്ങും അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മൊബൈൽ ഗെയിമുകള്, ചില സൈറ്റുകള്, ചില ആരാധനകള്, പാട്ടുകള്, പല പല സിനിമകള്, മാധ്യമങ്ങള്, ഇതിനെല്ലാം പിടിച്ചെടുത്ത് ഈ പിശാചിനെ ആരാധിക്കുന്ന ഈ വർഗം അതിശക്തമായിട്ട് ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില ഭക്ഷണങ്ങൾ, വശീകരണ യന്ത്രങ്ങൾ, നമ്മളെ മക്കളെ പ്രേമക്കൊരുക്കിൽ കൊടുക്കാൻ വേണ്ടി വശീകരണ യന്ത്രങ്ങൾ കൊണ്ട് ചില ഭക്ഷണങ്ങൾ ഊതിയും തുപ്പിയും ഒക്കെ അതിലേക്ക് ആത്മാവിനെ കയറ്റി വശീകരിച്ചുകൊണ്ട് അടിമപ്പെടുത്തി ബന്ധിച്ചിടുന്ന അനേകം മേഖലകള് ഇന്ന് അതിശക്തമാണ്, പ്രബലമാണ്. ക്ഷുദ്രവസ്തുക്കൾ, അതായത് ക്ഷുദ്രം എന്ന് പറഞ്ഞ് നമുക്ക് അറിയാമായിരിക്കും. ഒരു വെള്ളം അല്ലെങ്കിൽ വസ്തു അതിനെ ക്ഷുദ്രമാക്കണമെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദിയോ ഊതിക്കൊടുക്കുന്ന ടീമുകളൊക്കെ ഉണ്ട്. പല പല ഈ പിശാചിനെ ആരാധിക്കുന്നവര് അവരുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവര് അതുമായിട്ട് ബന്ധപ്പെട്ട ആത്മാവിനെ ഈ വെള്ളത്തിലേക്കോ, മദ്യത്തിലേക്കോ, ഈ ഗിഫ്റ്റിലേക്കോ, ഈ ഐസ്ക്രീമിലേക്കോ, ഈ വസ്തുവിലേക്ക് കയറ്റും. എന്നിട്ട് ഈ വസ്തു ഈ മകന്, മകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ മകനും അതിന്റെ അഡിക്റ്റഡ് ആവും. അങ്ങനെ വശീകരിക്കപ്പെട്ട് ഞാൻ ഒത്തിരി അനുഭവം വെച്ചാൽ പറയാം. കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച്, നമുക്കറിയാവുന്ന പെങ്കൊച്ച, അവൾ UK പഠിക്കുന്നത്. അവിടെ ജോലി ചെയ്യുന്നു, കെയർ ഹോമിൽ ജോലി ചെയ്യുന്നു. അവിടെ ഒരു പയ്യൻ, ഒരു സുഡാനിയാണ്. അവനെ ഇവള് പറയാ, കണ്ടാൽ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ഒട്ടും ഇഷ്ടപ്പെടാത്ത പയ്യൻ. അവൾക്ക് അവനോട് യാതൊരു താല്പര്യമില്ല. നമ്മുടെ ക്രൈസ്തവ മതമല്ല, മറ്റൊരു മതം. ഈ വശീകരിക്കുന്ന ശക്തിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ. ഇവൻ ഈ കൊച്ചിനെ ഈ വക പ്രവർത്തികൾ ചെയ്ത് വശീകരിച്ചെടുത്ത്, ഇവൾ ആദ്യം പറഞ്ഞ്, പലപ്പോഴും പറഞ്ഞത് കണ്ട അറയ്ക്കും അതുപോലെയൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ചെറുക്കനുമായിട്ട് അവസാനം ഈ പെൺകുട്ടി പ്രേമത്തിലായി, അവന്റെ കൂടെ പോയി വ്യഭിചാരം ചെയ്ത് ഗർഭിണിയായി അബോർട്ട് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അറിയണേ ഇങ്ങനെ സംഭവം. ഈ കുഞ്ഞിനെ വശീകരിച്ചുകൊണ്ട് പോവാ. ഇഷ്ടപ്പെട്ടില്ലേലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ പിശാചിനെ ഉപയോഗിച്ച് വശീകരിച്ചുകൊണ്ട് അനേക മക്കളെ ഈ പ്രേമക്കുരുക്കിലേക്ക് കുടുക്കി നശിപ്പിക്കുന്ന പ്രവൃത്തികൾ ഇന്ന് അതിശക്തമാണ്. ചില സമൂഹങ്ങള് അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ അവരെ വശീകരിക്കാൻ വേണ്ടി നല്ല വസ്ത്രം ധരിക്കണം, അവരെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു കൊണ്ടുപോയി നമ്മുടെ ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുകളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഊതിയോ തുപ്പിയോ ആവാഹിപ്പിച്ചോ ഈ വസ്തു ആ കുട്ടിക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ ഈ കുഞ്ഞ് ഇവന്റെ അടിമയാകും, ഇവന് വശമതയാകും. ഇങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ വശീകരിക്കാനും പിടിച്ചെടുക്കാനും ആഭിചാര്യം, മന്ത്രവാദം, ചില ഭക്ഷണങ്ങള്, ഇന്ന് ചില ഭക്ഷണങ്ങള് മക്കൾക്ക് അത് മതി. കുഴിമന്തി, മദ്യം, അതുപോലുള്ള ഭക്ഷണങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പിരിറ്റ് ഉണ്ട്. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല, വീട്ടിലെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല. ഈ ഭക്ഷണത്തിന് ഒരു വശീകര ശക്തിയുണ്ട്, അതിലൂടെ പിശാചി കയറുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന മക്കള്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു മേഖലയില് പൈശാചിക ശക്തി അതിപ്രബലമാണ്. അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ഗെയിമിനെ കടിമപ്പെട്ടാണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഡാർക്ക് വെബിനെ കുറിച്ച്. പിശാചിനെ ആരാധിക്കുന്നവര് അതുമായിട്ട് ഈ പിശാചിനെ പൂജിച്ചിട്ടാന്നാ പറഞ്ഞ ഈ ഗെയിമുകളും ചില സിനിമകളൊക്കെ ഇറങ്ങണേ. പിശാചിനെ പൂജിച്ചിട്ട് ആ സിനിമ അല്ലെങ്കിൽ ആ ഗെയിം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സൈറ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എഗ്രിമെന്റുകളുണ്ട്. ആ എഗ്രിമെന്റുകളൊക്കെ പിശാചിനെ അടിമ വയ്ക്കുന്ന എഗ്രിമെന്റുകളാണ്. ആ കൊച്ചു പിന്നെ രക്ഷപ്പെടില്ല. അഡിക്ഷൻ ഇന്ന് മൊബൈലിന്റെ പേരിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് അഡിക്ഷനാ. ചില മക്കളിൽ നിന്ന് കാരണവന്മാരെ പറയുന്നു, മൊബൈൽ പിടിച്ചു വാങ്ങിച്ചപ്പോ വയലന്റ് ആകുന്നു, ഒച്ചപ്പാട് വയ്ക്കുന്നു, ആത്മഹത്യ പ്രവണത കാണിക്കുന്നു, ഡിപ്രഷൻ ആവുന്നു. അത് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേര് ശാന്തമായി അതും പിടിച്ചിരുന്നോളൂ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു പൈശാചികമായ വശീകരണത്തിന്റെ അരൂപി ശക്തി ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ അന്തരീക്ഷത്തിൽ പോലും ഈ പൈശാചിക ശക്തിയുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മുടെ മക്കൾ പോണേ, പഠിക്കാൻ, ജോലി ചെയ്യാൻ,
ഇവിടെയൊക്കെ ഈ ശക്തി, അതുമായി ബന്ധപ്പെട്ട വ്യക്തികള്, പിശാച് ഉപയോഗിക്കുന്ന വർഗങ്ങള്, തീവ്രവാദികള്, ഒത്തിരിയേറെ മയക്കുമരുന്നിന്റെ വക്താക്കള്, പാപത്തിലേക്ക് നയിക്കുന്നവര്, വശീകരിക്കാൻ വേണ്ടി പിശാചിന്റെ വക്താക്കളായി മാറിക്കിടക്കുന്ന അനേകം മക്കളാൽ നിറയപ്പെട്ട ഈ ലോകത്തിൽ നമ്മുടെ മക്കൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ അറിയണം ഈ ഒരവസ്ഥ. അതുകൊണ്ട് മക്കളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, അതുപോലെ കർത്താവിന്റെ സംരക്ഷണം നമ്മുടെ മക്കളുടെ മേലുണ്ടാകണം. നമ്മൾ അറിയണം. പുറപ്പാട് പുസ്തകത്തില് 12-ാം അധ്യായത്തില് ആ പെസഹ ആചരിക്കുന്ന സമയത്ത് കർത്താവ് പറയുന്നുണ്ട്, കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ട കുടുംബങ്ങൾ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്ര ചെയ്യണം. അതോടൊപ്പം തന്നെ കുരിശിന്റെ ശക്തമായ സംരക്ഷണത്തിന് പരമേൽപ്പിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ശക്തമായ സാന്നിധ്യം, സംരക്ഷണം, വലിയ കരുത്ത് നമുക്ക് നമ്മുടെ മക്കൾക്ക് ലഭിച്ചില്ലെങ്കിൽ ഇങ്ങനെ വീഴ്ത്താൻ സംഹാര താണ്ഡവമാടുന്നത് ദൂതൻ സംഹാരമാടിക്കൊണ്ട് നടക്കും. ഈജിപ്തിലെ ഭവനങ്ങളെ നശിപ്പിച്ചപ്പോ ഇസ്രായേൽ മക്കളുടെ കുടുംബത്തെ രക്ഷിച്ചത്, സംരക്ഷിച്ചത് ഈ മുദ്രയാണ്. അതുകൊണ്ട് നമ്മൾ അറിയണം, നമ്മുടെ ജീവിതം മാമോദിസായിലൂടെ, മാമോദിസായാൽ മുദ്രിതവും, പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും, വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമാണ് ശരീരം. അതിന്റെ പരിശുദ്ധിയില്, അതിന്റെ സംരക്ഷണത്തില്, അതിന്റെ ശക്തിയില് എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ജീവിക്കണം, നമ്മുടെ മക്കൾ ജീവിക്കണം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും പറയും, നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു വിശുദ്ധ കുരിശ്, വിശുദ്ധ ബെനഡിക്റ്റിന്റെ കുരിശ് വെഞ്ചരിച്ച് നമ്മുടെ കൈകളിൽ വേണം. ജപമാല നമ്മുടെ കൈകളിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കണം. ജപമാല ചൊല്ലാതെ ജീവിക്കരുത്. മക്കളോട് പറയണം. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ സഹോദരന്റെ കൊച്ചിനോട് പറയണം, മോനെ എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ ജപമാല ചൊല്ലണം, വിശുദ്ധ ബൈബിൾ വായിക്കണം, കർത്താവിന് കൂടെ നിർത്തണം. നമുക്കൊരു ഹോസ്റ്റലില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പഠിച്ച്, ഇതുപോലെ കർത്താവിന്റെ കൂടെ നിന്ന് സംരക്ഷണം. പിന്നെ ഇടയ്ക്കൊക്കെ കുരിശു വരയ്ക്കുക. എന്താണ് കുരിശു വര? ശക്തമായ ഡെലിവറൻസ് പ്രയറാ. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. കുരിശു വരച്ച് പ്രാർത്ഥന. ഒരു പ്രലോഭനം ഉണ്ടാകുമ്പോ, തിരുമ കടന്നു വരുമ്പോ എപ്പോഴും കുരിശിന്റെ ശക്തമായ മുദ്ര. അതുകൊണ്ട് നമുക്കുള്ള ആയുധങ്ങള് നമ്മൾ എടുക്കണം. മക്കളെ കൊണ്ട് പഠിപ്പിക്കണം. ജപമാല ഉയർത്തിപ്പിടിച്ച്, കുരിശ് ഉയർത്തിപ്പിടിച്ച്, പിന്നെ ഉത്തരീയം, നാശത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ഉത്തരീയത്തിന്റെ ശക്തമായ സംരക്ഷണം. ഇതൊക്കെ നമ്മുടെ മക്കൾ ഉപയോഗിക്കണം. ഇന്ന് നമ്മുടെ മക്കളിലൊക്കെ എന്താ പറയാ, ഒരു വെന്തിങ്ങുണ്ട് കഴുത്തില്, കൊന്ത കയ്യിലുണ്ടോ, കുരിശ് കയ്യിലുണ്ടോ? അതിന് പോരാഞ്ഞിട്ട് ചില മക്കൾ പച്ച കുത്തി, മുക്കുത്തിയിട്ട്, കമ്മലൊക്കെ ഇട്ട്, ഒരു വികത മുടിയൊക്കെ കളറടിപ്പിച്ച് ഇങ്ങനെ നടക്കുക. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പിശാചിന് കടന്നു വരാൻ പെട്ടെന്ന് ഇടം കൊടുക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ദൈവമക്കൾ, നമ്മൾ ദൈവത്തിന്റെ മക്കളാ, വിലപിടിപ്പുള്ള മക്കളാ. നമ്മെ നശിപ്പിക്കാൻ വേണ്ടി ശത്രു അതിശക്തനും പ്രബലമായി നടക്കുന്നുണ്ട്. ഇത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കണം. അതിനുള്ള സംരക്ഷണം ഏർപ്പെടുത്തണം. ജോബനും മക്കൾക്ക് ചുറ്റും കർത്താവ് വേലികെട്ടി സംരക്ഷണം. അതോടെ സാത്താൻ കയറിയില്ല. ഈ വേലിക്കെട്ടിന്റെ സംരക്ഷണം ഇന്ന് നമ്മൾ, നമ്മുടെ മക്കളൊക്കെ എല്ലാം ഇങ്ങനെ തുറന്നിട്ടേക്കാം. വേലിയുമില്ല, സംരക്ഷണമില്ല, ഒന്നുമില്ലാണ്ട്. അതുകൊണ്ട് സകലമാന പിശാചുക്കളും കയറി, വേലി ഇല്ലാത്ത വിളവ് വന്യമൃഗങ്ങൾ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുടുംബങ്ങള്, മക്കള്, പൗരോഹിത്യം, സന്യാസ ജീവിതം, സഭ ഒക്കെ സാത്താൻ കയറി ആക്രമിച്ച് നശിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ മേഖല മനസ്സിലാക്കണം. നമ്മളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടത് കാര്യമില്ല. ഇതൊക്കെ സത്യമാണ്, സത്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കുള്ള ആയുധങ്ങൾ എടുക്കുക, കുമ്പസാരിക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക, പാപമില്ലാത്ത അവസ്ഥയിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുക. പാപമുണ്ടോ? പിശാചിന് അവകാശമുണ്ട്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധമായി ജീവിക്കുക. ബലഹീനരാണ്, അതുകൊണ്ട് കുമ്പസാരിക്കുക, വിശുദ്ധ കുർബാന അർപ്പിക്കുക. അതോടൊപ്പം തന്നെ കർത്താവിന്റെ സംരക്ഷണം, കുരിശിന്റെ സംരക്ഷണം, മാതാവിന്റെ സാന്നിധ്യം, യേശുപിതാവിന്റെ സാന്നിധ്യം, മാലാഖമാരുടെ സാന്നിധ്യം, സംരക്ഷണം, ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ സ്വന്തമാക്കി എടുക്കണം. ഇതാരാ ചെയ്യണ്ടേ? നീ ചെയ്യണം, ഞാൻ ചെയ്യണം. അപ്പനും അമ്മയും അച്ഛനും ഒക്കെ ഈ ഒരു ശുശ്രൂഷ ചെയ്യണം. നമ്മളിന്ന് അതിനുവേണ്ടി പ്രത്യേകം ആരാധനയിൽ പ്രാർത്ഥിക്കുകയാണ്. മക്കളെ, ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, നാളെ നമ്മുടെ അവസാനത്തെ ദിവസമാണ്.
ഈ സെപ്റ്റംബർ മാസം 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ദിവസം നമ്മൾ ഈ മോണിക്ക പ്രാർത്ഥന നമ്മൾ അവസാനിപ്പിക്കരുത്. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം കേട്ടോ. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മൾ ഒരു ബഹിഷ്കരണ പ്രാർത്ഥന പ്രാർത്ഥിക്കും. സഭയുടെ ഔദ്യോഗിക ബഹിഷ്കരണ പ്രാർത്ഥന നമ്മൾ നാളെ പ്രാർത്ഥിക്കും. കേട്ട വചനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ സാത്താന്റെ ആധിപത്യങ്ങള് അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന മേഖലകളെ യേശുവിന്റെ നാമത്തിൽ തിരുരക്ത ശക്തിയിൽ സഭയുടെ അധികാരത്തെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി നമ്മൾ നാളെ പ്രാർത്ഥിക്കും. അതും ജന്മപാപമില്ലാതെ ജനിച്ച പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൽ, നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൽ ദൈവമക്കളെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് സാധിക്കുന്ന എല്ലാ മക്കളും നാളെ കുമ്പസാരിച്ച് നല്ല പോലെ ഒരുങ്ങി വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ച് ജപമാലയൊക്കെ ചൊല്ലി കരുണക്കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നാളത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കും. അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ട്, ഈ ഞായറാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ കടങ്ങളുടെ പൊറുതിക്കായി എന്നുള്ളൊരു ശുശ്രൂഷ ആരംഭിക്കണം. നിങ്ങൾ അതിനോട് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഒത്തിരി കടങ്ങൾ, അനേകം മക്കൾ അച്ഛനെ വിളിച്ചു. അവർ പറഞ്ഞ ഓരോ മേഖലകള് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു, കാരണമുണ്ട്. ചില കടങ്ങൾ കിടക്കുക. ആ കടങ്ങളുടെ മേൽ പിശാചിന് അവകാശം കിട്ടി, അവന് അധികാരവും ആധിപത്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടങ്ങളുടെ പൊറുതി, അതിനുവേണ്ടി നമ്മളൊരു ശുശ്രൂഷ ആരംഭിക്കും തിങ്കളാഴ്ച മുതൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ ഉൾക്കൊണ്ട് കടങ്ങളുടെ പൊറുതി, പാപങ്ങളുടെ മോചനം, അതിലൂടെ ലഭിച്ച സാത്താന്റെ ആധിപത്യങ്ങള്, അധികാരങ്ങള് എല്ലാം തകർത്തെറിഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, മക്കളെ വിടുവിച്ചെടുക്കാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കുരിശിൽ മരിച്ച ഈശോയെ അതുപോലെ സ്വീകരിക്കണം. കാര്യകാരണ സഹിതം അർത്ഥം മനസ്സിലാക്കി ഈശോയുടെ ഈ കരുണ സ്വന്തമാക്കിയാൽ നമുക്ക് കീഴടക്കാനോ നശിപ്പിക്കാനോ തകർക്കാനോ ഒരു പിശാചിനും ഒരു ശത്രുവിനും കഴിയില്ല. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. കർത്താവ് നമ്മെ ഒത്തിരി അനുഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചടങ്ങ് കൂടിയായിരിക്കാം. നാളത്തെ ബഹിഷ്കരണ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും സാധിക്കുന്നിടത്തോളം കരുണക്കൊന്തൊക്കെ ചെറിയ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങി നാളെ കടന്നു വരാനിടയാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുനാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഞങ്ങളെ പൂർണ്ണമായും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ സമൃദ്ധി എല്ലാം നൽകി അനുഗ്രഹിക്കുമെന്നുള്ള അങ്ങയുടെ വലിയ വാഗ്ദാനത്തില് ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളായിരിക്കുന്ന എല്ലാ അവസ്ഥകളോടുകൂടി അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങേ മക്കളെ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെയും ചേർത്ത് പിടിക്കണമേ. പൈശാചിക സ്വാധീനത്തിൽ നിന്ന്, അന്ധകാര ശക്തിയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. സാത്താൻ ഞങ്ങളെ കാണാൻ ഇടയാകാത്ത വിധം അങ്ങയുടെ ചിറകിന്റെ കീഴിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മഹത്വം, മഹത്വം, മഹത്വം. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ കണ്ടു, മനസ്സിലാക്കി ഞങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ ഇന്ന് ലോകത്തില് അതിപ്രബലമായിരിക്കുമ്പോ അങ്ങയുടെ മക്കൾക്ക് അങ്ങേക്കല്ലാതെ വേറൊരാൾക്കും സംരക്ഷണം തരാൻ സാധ്യമല്ല. ഈജിപ്തിൽ അടിമത്തിൽ വെച്ച് അങ്ങയുടെ മക്കളെ അങ്ങ് സംരക്ഷിച്ചത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ആ കട്ടലപ്പടിമേൽ മുദ്ര വെച്ചിട്ടാണല്ലോ കർത്താവേ. ജോബിന് വേലി കെട്ടി അങ്ങ് സംരക്ഷണം നൽകി. അങ്ങയുടെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച്
അങ്ങ് കാവൽ നിൽക്കും. ഇസ്രായേൽ ജനത്തെ അഗ്നിസ്തംഭത്തില് മേഘസ്തംഭത്തില് അങ്ങ് പൊതിഞ്ഞു പിടിച്ചു. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കൂടെ എന്ന് വസിച്ചുകൊണ്ട് എല്ലാ തിന്മയിൽ നിന്ന് രക്ഷിക്കുവാൻ ആലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കി നടക്കുന്ന സാത്താന്റെ പിടിയിൽപ്പെടാതെ അങ്ങ് ഞങ്ങളെ രക്ഷിക്കുന്ന ആ വലിയ കരുണയോർത്ത് നന്ദി പറയുമ്പോ ഈശോയെ, വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അങ്ങയുടെ ആ വലിയ സംരക്ഷണം, അങ്ങയുടെ മക്കൾക്ക് ഈ ശപിക്കപ്പെട്ട മണ്ണില് ദുഷ്ടന്റെ ശക്തി വരുത്തിപ്പെട്ടു പോയ ലോകത്തില് ഈ പിശാചിന്റെ പിടിയില് ആധിപത്യം സ്ഥാപിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന അങ്ങയുടെ ആ സംരക്ഷണത്തിന്റെ ശക്തി, വേലിക്കെട്ടിന്റെ ശക്തി അങ്ങയുടെ മക്കൾക്ക് നൽകി യേശുവേ അനുഗ്രഹിക്കണമേ. വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങേക്കറിയാം. ഒത്തിരി പാപ സാഹചര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. ഞങ്ങൾ കണ്ടു ഞങ്ങളുടെ മക്കളെ വശീകരിച്ചു കൊണ്ടുപോകാൻ പല പല സിനിമകള്, ചില ഭക്ഷണങ്ങള്, വശീകരണ യന്ത്രങ്ങള്, ഒത്തിരിയേറെ ജഡികമായ പാപാസക്തിയിലേക്ക് നയിക്കുന്ന കൂട്ടുകെട്ടുകള്, സാധാരണ നിയന്ത്രിക്കുന്ന പല പല വ്യക്തികള്, സമൂഹങ്ങള്, അഭിചാരി ശക്തികള്, ക്ഷുദ്ര ശക്തികള്, കർത്താവെ, പല വസ്തുക്കള് ഊതിയും തുപ്പിയും ആവാഹിച്ചും പിശാചിനെ വിളിച്ചു വരുത്തി നശിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന അനേക മക്കള്, സാധാരണ ആരാധിക്കുന്നവര്, ഓജോ ബോർഡ് പോലെയുള്ള ആത്മാക്കൾ വിളിച്ചു വരുത്തുന്ന പൈശാചിക പ്രവൃത്തികള്, ഇതെല്ലാം കൊണ്ട് നിറയപ്പെട്ട ലോകത്തില് കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് അങ്ങ് സംരക്ഷണം നൽകണം. അങ്ങയുടെ തിരുരക്തം കൊണ്ട് അങ്ങ് കോട്ട കെട്ടണം. അങ്ങേ തിരുഹൃദയത്തിനുള്ളില് ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് സംരക്ഷണം നൽകണം. കർത്താവേ, വലിയ സംരക്ഷണത്തിന് വേണ്ടി വലിയ ദാഹത്തോടെ അങ്ങയുടെ മക്കളായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് കർത്താവേ, ഈ മോണിക്ക പ്രാർത്ഥനയില് പങ്കെടുത്തുകൊണ്ട് മക്കൾക്ക് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി കരം വിരിച്ച് കണ്ണീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അനേക മക്കള്, ഇതിനോടകം സാത്താനെ പിടിപ്പെട്ടുപോയ മക്കള്, അവർ വശീകരിച്ച് വീഴ്ത്തിയിരിക്കുന്ന മക്കള്, പ്രേമക്കുരുക്കില്, ലഹരിക്ക് അടിമപ്പെടുത്തി ജടിക പാപങ്ങളില്, മൊബൈലിന്റെ പൈശാചികതയില്, പല പല ഗെയിമുകളില്, അതോടൊപ്പം തന്നെ പല പല കളികളില് പെട്ട് പൈസ നഷ്ടപ്പെടുത്തി കർത്താവേ നശിച്ചു പോയ മക്കള്, സാമ്പത്തിക തകർന്നുപോയ മക്കള്, നിരാശ കുടുങ്ങിപ്പോയ മക്കള്, ആത്മഹത്യയെ കുറിച്ച് പോലും പിശാച് ചിന്തിപ്പിച്ച് അതിൽ തീരുമാനം എടുത്തിരിക്കുന്ന മക്കള്, ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് വിടുതൽ വേണം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മക്കൾക്ക് സംരക്ഷണം വേണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും യൗസേപ്പ് പിതാവിന്റെ നിർമ്മല ഹൃദയത്തിനും വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശക്തമായ സാന്നിധ്യ സംരക്ഷണത്തിനും കർത്താവിന്റെ ദൂതൻ ദൈവഭക്തർക്ക് ചുറ്റും പാളയമടിച്ച് കാവൽ നിന്ന് സംരക്ഷണം നൽകുന്ന ആ വലിയ സംരക്ഷണത്തിലേക്കും ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ പഠന മേഖല, ജോലി മേഖല, കർത്താവ് വിവാഹ ജീവിതം, ഭാവി ജീവിതം, അവിടെ ഉദ്യമങ്ങള്, അവരുടെ എല്ലാ മേഖലകളും അങ്ങയുടെ സംരക്ഷണത്തിന്റെ വലയത്തിനുള്ളിൽ ആയിരിക്കട്ടെ. ദുഷ്ടം കടന്നു വരാൻ ഇടയാകല്ലേ. കർത്താവേ, അങ്ങയുടെ ചിറകിന് കീഴിൽ ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ. ലോകപാപപിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഈശോയെ, അങ്ങയുടെ ചിറകിന്റെ മറവില് ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണം. ലോക പാപ പിശാച് തൊടാൻ പറ്റാത്ത വിധം, ദുഷ്ടഘോര ശത്രു കാണാനിടയാകാത്ത വിധം ഞങ്ങളുടെ മക്കളെ യേശുവേ അങ്ങയുടെ സംരക്ഷണത്തില് പൊതിഞ്ഞു പിടിക്കണമേ. ഈ സമയം അങ്ങയുടെ നാമത്തില് അങ്ങയുടെ മക്കളായ ഞങ്ങൾ, മാതാപിതാക്കളായ ഞങ്ങൾ, മക്കളുടെ അപ്പനായ അമ്മയായ ഞങ്ങൾ, അവിടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് നിയോഗിച്ചവരായ ഞങ്ങൾ, ഞങ്ങളുടെ മക്കളുടെ മേലുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും ബന്ധിച്ച് ബഹിഷ്കരിക്കുമ്പോ കർത്താവേ, ആ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സംരക്ഷണത്തിന്റെ വേലിക്കെട്ടിനുള്ളിൽ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ പ്രതിഷ്ഠിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീന ദിവ്യകാരുണ്യ സന്നിധിയിൽ എന്നും എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും. ഈശോയെ,
ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളില് എനിക്ക് സംരക്ഷണം നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകൾക്കും കർത്താവേ അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളിൽ ഒരു കോട്ടയ്ക്കുള്ളിൽ എന്ന പോലെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. വലിയ പ്രാർത്ഥനയോടെ ഈശോയെ, ഞങ്ങളുടെ മക്കളെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ടും തിരുജലം കൊണ്ടും കഴുകി വിശുദ്ധീകരിച്ച് ആ രക്തത്താലും ജലത്താലും കോട്ടകെട്ടി അങ്ങയുടെ മാറിലേക്ക് തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ അങ്ങ് തന്നെ ആണിപ്പാടേറ്റ കരങ്ങൾ കൊണ്ട് ചേർത്ത് പിടിക്കണമേ കർത്താവേ. അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ സംരക്ഷണം, അങ്ങയുടെ സമാധാനം, അങ്ങയിലുള്ള സംതൃപ്തി ഞങ്ങളുടെ മക്കൾ അനുഭവിച്ചറിയട്ടെ. അങ്ങയുടെ സംരക്ഷണത്തില് ഞങ്ങളുടെ മക്കളായിരിക്കട്ടെ. അതിനുവേണ്ടി പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ ഓരോരുത്തരെയും ഈശോയുടെ സംരക്ഷണത്തിന്റെ വേലിക്കെട്ടിനുള്ളിൽ, ആ തിരുഹൃദയ കോട്ടയ്ക്കുള്ളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈശോയെ തിരുരക്തം കൊണ്ട് തിരുജലം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ഇതിനോട് കടന്നു വന്ന പാപശക്തികളെ, ശാപശക്തികളെ, പൈശാചിക ആധിപത്യ അധികാര അവകാശങ്ങളെ എന്നേക്കുമായി നശിപ്പിച്ച് നിർവീര്യമാക്കി ഞങ്ങളുടെ മക്കളെ വിടുവിച്ച് അങ്ങയുടെ ഹൃദയത്തിനുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കൾ പെട്ടുകിടക്കുന്ന മേഖലകൾ, പിശാചി വശീകരിച്ചു കൊണ്ടുപോയ മേഖലകൾ, ചില ഭക്ഷണത്തിലൂടെ, ചില ക്ഷുദ്ര വസ്തുക്കളിലൂടെ, ചില സമ്മാനങ്ങളിലൂടെ, ചില സ്പർശനത്തിലൂടെ, ചില നോട്ടത്തിലൂടെ, ചിലരൊക്കെ നോക്കിയാൽ മതി, നോട്ടത്തിക്കൂടെ പോലും പിശാചിനെ കടത്തിവിടാൻ കഴിവുള്ള പിശാചിന്റെ ശക്തി ആവാഹിച്ചവരുണ്ട്. നമ്മുടെ മക്കൾക്ക് അതുപോലെ സംരക്ഷണം വേണം. നോട്ടത്തിക്കൂടെ പോലും കടന്നു വരാൻ പറ്റാത്ത വിധം സക്രിയ 2:4-5 കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയും നിങ്ങളുടെ മധ്യേ ഞാൻ നിങ്ങളുടെ മഹത്വമായിരിക്കും. അഗ്നി കൊണ്ട് കോട്ട കെട്ടണം. ഒരു നോട്ടത്തിന് പോലും കടന്നു വരാൻ പറ്റാത്ത വിധം അഗ്നി കൊണ്ട് കോട്ട കെട്ടണം കർത്താവേ. പ്രാർത്ഥിക്കും മക്കളെ. വ്യക്തിപരമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോ നമ്മെ ആശീർവദിക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥന അതിശക്തമായിട്ട് മക്കൾക്ക് വേണ്ടി, നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. സാത്താന്റെ ആധിപത്യങ്ങളെ കടന്നു വരാൻ പറ്റാത്ത വിധം സംരക്ഷിച്ചു പിടിക്കുന്ന കർത്താവിൻ്റെ തിരുഹൃദയത്തിനുള്ളിലെ സംരക്ഷണം ഈശോയെ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിന് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുരക്തം കൊണ്ടും തിരുജലം കൊണ്ടും കഴുകി വിശുദ്ധീകരിച്ച് പൊതിഞ്ഞു പിടിക്കും. നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ദിവികാരൻ ഈശോയുടെ രൂപം കണ്ടിട്ടില്ലേ? ചക്കിൽ നിന്ന് 2 കിരണങ്ങൾ, ആ തവിട്ട് കളറും ചുമന്ന കളറും, രക്തത്തിന്റെയും ദിവ്യജലത്തിന്റെയും ആ പ്രസരണം അതിങ്ങനെ പൊതിഞ്ഞു പിടിക്കുക, ഇങ്ങനെ ആവരണം ചെയ്ത് പിടിക്കുക. അതുപോലെ ഈശോയെ എന്നെയും എൻ്റെ മക്കളെയും പൊതിഞ്ഞു പിടിച്ച് തിരുഹൃദയത്തില് ആണിപ്പാടേറ്റ കരങ്ങൾ കൊണ്ട് ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ പറഞ്ഞ പോലെ നാളെ സഭയുടെ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും പ്രസാരിച്ചൊരുങ്ങി നല്ലപോലെ നമ്മുടെ കുടുംബത്തെയും മക്കളെയൊക്കെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെയും യോസേപ്പിതാവിന്റെ സ്വർഗം മുഴുവന്റെയും വലിയ സാന്നിധ്യം നമ്മുടെ കൂടെ നിറഞ്ഞു നിൽക്കും. വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് നാളത്തെ ദിനത്തിനു വേണ്ടി ഒരുങ്ങാം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.